ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, കാര്യബോധമുണ്ട്. അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പുതിയ തലമുറ എസ്പെഷ്യലി അവർക്കൊക്കെ ഈ മതം 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 എന്ന് പറയുന്നത് ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. ഞാൻ മുന്നോട്ട് വെക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ജാതി മത വർഗ ഭേദങ്ങൾക്കപ്പുറം നമ്മുടെ നാട്ടിൽ വികസനം വരണം, അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞ ചാനലുകളാണ് ലാസ്റ്റ് മാറ്റി പറയേണ്ടി വന്നല്ലോ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP നേടുമെന്ന് ഏതെങ്കിലും ചാനലുകൾ സർവേയിൽ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അതൊക്കെ മാറ്റി പറയാൻ വരും. ഇപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ആ ചാനൽ പറഞ്ഞിട്ടുള്ളത് BJP നല്ല രീതിയിൽ മുന്നോട്ട് വരും, ടി രനീഷ് നല്ല രീതിയിൽ വോട്ട് പിടിക്കും, ന്യൂനപക്ഷ വിഭാഗം ഭൂരിപക്ഷമാണ് ഇവിടെ, അതുകൊണ്ട് വിജയിക്കില്ല. അതായത് മതാടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതെന്ന് പറയാതെ പറയുകയാണ് ആ ചാനൽ ചെയ്തിട്ടുള്ളത്. ആളുകളെ മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഈ രണ്ട് മുന്നണികളുടെ തന്ത്രം ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അവർ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. വികസനമാണ് അവർ വോട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ തലമുറ എൻ്റെ കൂടെ ഉണ്ടാവും. ജാതി മതഭേദമന്യേ എനിക്ക് അവരുടെയൊക്കെ വോട്ട് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക്. പൊതുജനത്തിന് ഈ രണ്ട് മുന്നണികളോട് താല്പര്യമില്ല. മൂന്നാമതൊരു മുന്നണി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് ആര് എന്നുള്ളതാണ് ഒരു ചോദ്യം. കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വലിയ വിജയങ്ങൾ പല മണ്ഡലങ്ങളും ഞങ്ങൾ കൊണ്ടുവരും. ഞാൻ പറയുന്നു, മുഖദാറ്, കുറ്റിച്ചിറ പോലുള്ള പ്രദേശങ്ങളിൽ പോലും എനിക്ക് നല്ല രീതിയിൽ വോട്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലാണ് ഇവിടെ വോട്ട് ചോദിച്ചു കൊണ്ടിരുന്നതും വിജയിച്ചു കൊണ്ടിരുന്നതും. അതിൽ നിന്നൊരു മാറ്റം വരും. പുതിയ തലമുറ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ലീഡറാണ് അവരുടെ ആവശ്യം. ആ പുതിയ തലമുറയുടെ വോട്ട് പൂർണ്ണമായും അത് BJPക്ക് അനുകൂലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം, സൈന സൗത്ത് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും സൗത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ ടി രനീഷ്. സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെയിൽ വോട്ട് എണ്ണുമ്പോൾ മലബാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP MLA ഉണ്ടാവും എന്നുള്ളത്. എന്താണ് ആ ഒരു കോൺഫിഡൻസ്? എന്നെ സംബന്ധിച്ച് ഞാൻ പുതിയറ മത്സരിക്കുന്ന സമയത്തും പൊറ്റമ്മൽ മത്സരിക്കുന്ന സമയത്തും അവിടുത്തെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് അവിടുത്തെ ജനങ്ങളുമായി അവരുടെ ഏറ്റവും സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രാഥമികമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുവാൻ ഇവിടുത്തെ മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് തന്നെ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, അവരുടെ ഇടയിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ ഒരാളെ തിരഞ്ഞെടുക്കുമെന്നുള്ളത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം ലീഗിൻ്റെ കയ്യിലായിരുന്നു. അഹമ്മദ് ദേവർകോവിൽ വരുമ്പോഴാണ് അത് ലീഗിൻ്റെ കയ്യിൽ നിന്ന് LDFലേക്ക് മാറുന്നത്. ഇപ്പോഴത്തെ വാദങ്ങൾ UDF വെക്കുന്നത് ഞങ്ങൾ ഫൈസൽ ബാബുവിലൂടെ അത് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ചാനൽ ചർച്ചകൾ, ചാനൽ പോളുകളിലൊക്കെ വരുന്നതും UDFലേക്ക് ചിലപ്പോൾ തിരിച്ചു പോകാം ഈ സീറ്റ് എന്നൊക്കെയാണ്. ഇതിനിടയിൽ BJPക്ക് ഇവിടെ വരുന്നൊരു പ്രാധാന്യം എങ്ങനെയാണ്? അല്ലേ, ചാനൽ പോളുകളുടെ ഡീറ്റെയിൽസ് നമുക്കറിയാം. പണ്ടും പറഞ്ഞ കാര്യങ്ങളൊന്നും ചാനലുകൾ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്ന പോളിംഗ് സിസ്റ്റം, അവരുടെ സർവേ ഫലങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പറഞ്ഞ ചാനലുകളാണ് ലാസ്റ്റ് മാറ്റി പറയേണ്ടി വന്നല്ലോ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP നേടുമെന്ന് ഏതെങ്കിലും ചാനലുകൾ സർവേയിൽ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അതൊക്കെ മാറ്റി പറയാൻ വരും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? സാമുദായിക അടിസ്ഥാനത്തിലാണ് ഈ സർവേ ഫലങ്ങൾ പോലും പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ആ ചാനൽ പറഞ്ഞിട്ടുള്ളത് BJP നല്ല രീതിയിൽ മുന്നോട്ട് വരും, ടി രനീഷ് നല്ല രീതിയിൽ വോട്ട് പിടിക്കും. അപ്പോൾ അതിൽ മറ്റൊരു അവതാരം ചോദിക്കുക, ടി രനീഷ് ജയിക്കാൻ സാധ്യതയുണ്ടോ? അപ്പോൾ പ്രധാന അവതാരകം പറയില്ല, ജയിക്കാൻ സാധ്യതയില്ല. എന്താ കാരണം? ന്യൂനപക്ഷ വിഭാഗം ഭൂരിപക്ഷമാണ് ഇവിടെ, അതുകൊണ്ട് വിജയിക്കില്ല. അതായത് മതാടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ട് ചെയ്യുന്നതെന്ന് പറയാതെ പറയുകയാണ് ആ ചാനൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, ആ കാലഘട്ടം മാറിക്കഴിഞ്ഞു. ആളുകളെ മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഈ രണ്ട് മുന്നണികളുടെ തന്ത്രം ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അവർ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. വികസനമാണ് അവർ വോട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ തലമുറ എൻ്റെ കൂടെ ഉണ്ടാവും. ജാതി മതഭേദമന്യേ എനിക്ക് അവരുടെയൊക്കെ വോട്ട് കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക്. ഈ പറഞ്ഞ പോലെ തന്നെ മതന്യൂനപക്ഷം ഒരുപാടുള്ളൊരു മണ്ഡലം കൂടിയാണ് സൗത്ത്. അപ്പോൾ ഒരു തരത്തിലും ആ മതന്യൂനപക്ഷം സ്വാധീനിക്കപ്പെടില്ല അത്തരം മതം എന്നുള്ളൊരു രീതിയിലെന്ന് ഉറപ്പാണോ? ഞാൻ പറഞ്ഞല്ലേ, അത് ചില ചാനലുകൾ ഉണ്ടാക്കുന്ന പ്രൊപ്പഗണ്ടയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പുതിയറ മത്സരിച്ച സമയത്തും ന്യൂനപക്ഷ മേഖലകളിൽ എനിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പഠന ഭാഗമായിരുന്നു പുതിയറ മത്സരിച്ചപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവിടെ വോട്ടെണ്ണിപ്പോൾ 100 വോട്ടിന് മുന്നിലാണ്.
ഞാൻ രണ്ടാമത് പൊറ്റമ്മൽ മത്സരിച്ചപ്പോൾ കാട്ടുകുളങ്ങര ഭാഗമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന് പറയുന്നത്. അവിടെ വോട്ട് കണ്ടപ്പോൾ ഞാൻ മുന്നിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, കാര്യബോധമുണ്ട്, അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പുതിയ തലമുറ എസ്പെഷ്യലി അവർക്കൊക്കെ ഈ മതം എന്ന് പറയുന്നത് ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. ബാക്കിയുള്ള ആൾക്കൊക്കെ അവർ സ്ഥാനാർത്ഥിയെ നോക്കി നാടിന് ഗുണമുണ്ടാവുന്ന യൂത്തിന് ഗുണമുണ്ടാവുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, മുഖദാറ്, കുറ്റിച്ചിറ പോലുള്ള പ്രദേശങ്ങളിൽ പോലും എനിക്ക് നല്ല രീതിയിൽ വോട്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് തന്നെ ഒരു കച്ചവട സംസ്കാരം വലിയ രീതിയിൽ സൗത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വ്യാപാര മേഖല ഒരുപാട് പടർന്നു കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഈ മണ്ഡലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ചിന്തിക്കുന്നത്? നിങ്ങൾ കച്ചവടത്തിൻ്റെ കാര്യം പറയാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മരമില്ലുണ്ടായിരുന്ന വ്യവസായമാണ് കല്ലായി പ്രദേശം. ബ്രിട്ടീഷുകാർക്ക് കപ്പലുണ്ടാക്കുന്നത് തുടങ്ങി ആ 19-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തന്നെ മരവ്യവസായം കേൾവി കേട്ടൊരു പ്രദേശം എവിടെ പോയി? നമുക്കതൊക്കെ നശിച്ചുപോയി. കോംട്രസ്റ്റ് നെയ്ത്തുശാല, ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഡ്രസ്സ് തുന്നിയിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു പ്രദേശം എവിടെ പോയി? ഗോളിയറോൺസ്, ഇതൊക്കെ പൂട്ടിപ്പോവുകയാണ് ചെയ്തത്. മാറി മാറി ഭരിച്ച 2 സർക്കാരുകളും ഇവിടെ വ്യവസായങ്ങൾക്കോ പുതിയ സംരംഭങ്ങൾക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്നെ 3 ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയാം, കല്ലായി മരവ്യവസായം, അവിടെ ഫർണിച്ചർ ഹബ്ബ് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ഒരു ഫർണിച്ചർ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും. നല്ലൊരു DPR വെച്ചാൽ കേന്ദ്ര സഹായത്തിൽ നമുക്കത് ഫർണിച്ചർ ഹബ്ബാക്കി പറ്റും. കോംട്രസ്റ്റ് രാഷ്ട്രപതിയുടെ ഒപ്പ് വെച്ചിട്ടുള്ളതാണ്. 18 വർഷമായി അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ സമരം ചെയ്യുന്നു. നമുക്കത് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം സാധ്യതകളുള്ള ഒരു വ്യവസായത്തിന് ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടെ ഈ കോഴിക്കോട് സൗത്ത് എസ്പെഷ്യലി. അവിടെ നമുക്ക് ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. കടലോര മേഖലയുമായി ബന്ധപ്പെട്ട് ഷിപ്പിംഗ് അടക്കമുള്ള പഴയ കാലത്ത് ഇവിടെ കപ്പലുകൾ നങ്കൂരം വിട്ടു എന്നാണ് പറയുന്ന ചരിത്രം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റിസർച്ച് നടത്തി അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കും സംരംഭങ്ങൾക്കും നമുക്ക് ഇവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും കേന്ദ്ര സഹായത്താൽ നമ്മളിവിടെ കൊണ്ടുവരും. കുറ്റിച്ചിറ എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ തന്നെ സംസ്കാരം എടുത്തു നോക്കിയാൽ ഹിസ്റ്ററിയിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത് ഒരു തരത്തിൽ ബീച്ചുമായി ചേർന്നൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്നുള്ള രീതിയിലും പറയാം. അതിൻ്റെ ഒരു വികസനമൊക്കെ എങ്ങനെയാണ്? അല്ല, കുറ്റിച്ചിറ, തളി ഇതൊക്കെ നമ്മൾ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ കുറ്റിച്ചിറയിലെ ഇപ്പം കുറ്റിച്ചിറയുടെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്ന കുളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവീകരണം മാത്രം നടന്നിട്ടുള്ളത്. കുറ്റിച്ചിറയിൽ ധാരാളം പണ്ടത്തെ തറവാടുകളുണ്ട്. ഇപ്പം ഞാൻ പോയ സമയത്ത് കാണാൻ സാധിച്ചു. അത്തരം സ്ഥലങ്ങളിൽ ശരിക്കും അത്തരത്തിലുള്ള ടൂറിസ്റ്റുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പണ്ടത്തെ 10-100 വർഷമുള്ള തറവാടുകൾ, വലിയ 10-30 റൂമുകളുള്ള തറവാടുകളുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട ബീച്ച് ടൂറിസം ആരാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്? നമ്മളത്ര വലിയ ബീച്ച് പ്രദേശം നമ്മളെ കയ്യിലുണ്ടായിട്ട് ബീച്ച് ടൂറിസത്തിന് ഒരു പ്രൊമോഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ധാരാളം ബീച്ചുമായി കേന്ദ്രീകരിച്ച് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണല്ലോ, വളരെ കുറച്ച് ദിവസങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ഇതിനിടയിൽ ജനവികാരം എങ്ങനെയാണ്? അവരെന്താണ് ആവശ്യപ്പെടുന്നത്? അല്ല, ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ 2 മുന്നണികളിലും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറയാം, ചില ആളുകൾ പാർട്ടി സംവിധാനത്തിലോട് കേഡർമാരാണ്. അവർക്ക് ആ പാർട്ടി ജയിച്ചാൽ അവർക്ക് വ്യക്തിപരമായ ഗുണമുണ്ട്. പൊതുജനത്തിന് ഈ 2 മുന്നണികളോട് താല്പര്യമില്ല. മൂന്നാമതൊരു മുന്നണി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് ആര് എന്നുള്ളതാണ് ഒരു ചോദ്യം. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ലീഡർ അവർക്ക് ആവശ്യമുണ്ട്. പക്ഷെ അത് ആര് എന്നുള്ള ചോദ്യമാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം ഈ ഇലക്ഷനിൽ കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. 2 തവണ പുതിയറയിലാണെങ്കിലും പൊറ്റമ്മലിൽ മത്സരിക്കുമ്പോഴും അത് നേടിയെടുക്കുകയായിരുന്നു, അട്ടിമറി വിജയത്തിലൂടെ നേടിയെടുത്തതായിരുന്നു. അത് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഇപ്പോൾ ഈ നിയമസഭാ ഇലക്ഷനെ നേരിടുമ്പോൾ? അല്ല, അത് മണ്ഡലത്തിൽ പുതിയറയിൽ ഞാൻ 5 വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ മണ്ഡലത്തിലെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാ കൗൺസിലറാണ് ഞാൻ. ആ കൗൺസിലർ എന്ന നിലയിൽ പുതിയറയിലെ ജനങ്ങൾക്ക്, പുതിയറ പ്രദേശത്ത് ഞാൻ നടപ്പിലാക്കിയ വികസനത്തെക്കുറിച്ച് അവർക്ക് അറിയാം. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പൊറ്റമ്മലിൽ കൗൺസിലർ ജയിച്ചത്. ആ മാസങ്ങൾക്കുള്ളിൽ പൊറ്റമ്മൽ നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊറ്റമ്മൽ നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നോട്ട് വെക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. ജാതി മത വർഗ്ഗ ഭേദങ്ങൾക്കപ്പുറം നമ്മുടെ നാട്ടിൽ വികസനം വരണം, അതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ BJP എത്ര സീറ്റിന് ജയിക്കും എന്നാണ് കരുതുന്നത്? അല്ല, അതിപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്ഷനൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലെ മൊത്തം കാര്യങ്ങൾ പറയാനുള്ള ലീഡർ അല്ലല്ലോ ഞാൻ. എന്നിരുന്നാലും കേരളത്തിൽ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള വലിയ വിജയങ്ങൾ പല മണ്ഡലങ്ങളും ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ 2 തവണ വിജയിച്ച ഒരു ഹിസ്റ്ററിയാണുള്ളത്. ഇത്തവണ നിയമസഭാ ഇലക്ഷൻ നേരിടുമ്പോൾ എത്ര വോട്ടിന് ജയിക്കും ഒരു ധാരണ? 50,000-ത്തിലധികം വോട്ടുകൾ നേടിക്കൊണ്ട് ഞാൻ വിജയിക്കും.
ഭൂരിപക്ഷമല്ല പറഞ്ഞത്, 50,000-ലധികം വോട്ടുകൾ എനിക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, അതായത് ആദ്യമായി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു ജനവികാരം എങ്ങനെയാണ്? അവരെന്താ BJP-യോട്? ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിലാണ് ഇവിടെ വോട്ട് ചോദിച്ചു കൊണ്ടിരുന്നതും വിജയിച്ചു കൊണ്ടിരുന്നതും. അതിൽ നിന്നൊരു മാറ്റം ഇവിടെയാണ്. പുതിയ തലമുറ വികസനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ലീഡറാണ് അവരുടെ ആവശ്യം. ആ പുതിയ തലമുറയുടെ വോട്ട് പൂർണ്ണമായും അത് BJP-ക്ക് അനുകൂലമാവും എന്നാണ് എൻ്റെ വിശ്വാസം. BJP-യുടെ ഏറ്റവും വലിയ ബ്രാൻഡ് മോദി തന്നെയാണ്. അപ്പോൾ ആ ഒരു മോദി ഇൻഫ്ലുവൻസ് എത്രത്തോളം കോഴിക്കോട് സൗത്തിലുണ്ട്? തീർച്ചയായും മോദി ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു നമ്മുടെ ലോകത്തിൽ മൊത്തം ഇൻഫ്ലുവൻസ് ഉള്ളതല്ലേ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ, ഞാൻ പറയാം, പുതിയ തലമുറ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എത്ര നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും അവർക്കറിയാം എന്തൊക്കെ പദ്ധതികളുണ്ട്. കാരണം ഇന്ന് വിരൽത്തുമ്പിൽ ഒരു മൊബൈലിൽ കിടക്കുക ഏത് സ്കീമിനെ കുറിച്ചും. അപ്പോൾ ഈ ഉദാഹരണത്തിന് നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൻ്റെ പ്രശ്നം എന്താ, +2 കഴിഞ്ഞ് ഇവിടുത്തെ യുവാക്കൾ പുറമേയിലേക്ക് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അവർക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ സാധ്യത. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാണ്. അതിനൊക്കെ പരിഹാരം എന്നുള്ളത് BJP-യുടെ ഒരു MLA വരിക എന്നതും കേന്ദ്ര പദ്ധതികളിലൂടെ നടപ്പിലാക്കുക എന്നുള്ളതുമാണ് എന്നുള്ള അവർക്ക് കൃത്യമായ ബോധ്യം. അവർക്ക് ഫാറൂഖ് കോളേജിലൊക്കെയാണ് പഠനം പൂർത്തിയാക്കിയത്. ഞാൻ +2 വരെയാണ് പറയുന്നത്. ഡിഗ്രി കാലഘട്ടം ഗുരുവായൂരപ്പൻ കോളേജിലാണ്. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നാണോ ABVP-യിലേക്ക് ആഭിമുഖ്യം? അങ്ങനെയാണോ? അല്ല, ഗുരുവായൂരപ്പൻ കോളേജിലാണ് ABVP-യിൽ ആക്റ്റീവ് ആയത്. ഗുരുവായൂരപ്പൻ കോളേജിലെ ABVP-യുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ ABVP-യുടെ വിവിധ ചുമതലകൾ വഹിച്ചു. അതിനുശേഷം യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനാണ്. ജില്ലാ ഉപാധ്യക്ഷൻ BJP-യുടെ കോഴിക്കോട് സിറ്റി ജില്ലാ ഉപാധ്യക്ഷൻ. ആ ഒരു പ്രവർത്തനം തന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്നെ ഞാനാക്കി മാറ്റിയതിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ABVP-ആണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും. അത് തന്നെയാണ് ഒരു മനുഷ്യനെ എന്താക്കി മാറ്റുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നമുക്കുണ്ടാക്കുന്ന സ്ട്രെങ്ത്ത്, കോൺഫിഡൻസ് എല്ലാം ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ABVP-ആണ്. നമ്മൾ കുറേ കുട്ടികളൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് കുട്ടികളെ കൊണ്ട് അവിടെ യൂണിയൻ വരെ നേടുന്ന തരത്തിലേക്ക് സംഘടനയെ വളർത്താൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് തരുന്ന ആത്മധൈര്യം അതാണ്. സംഘടന നമുക്ക് നൽകിയിട്ടുള്ള പാഠം അതാണ്. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നേ വരെ ഇവിടെ എത്തിയിട്ടുള്ളതൊക്കെ തന്നെ സംഘടന നൽകിയിട്ടുള്ള ആത്മബലം തന്നെയാണ്. ABVP-യിൽ പ്രവർത്തിച്ച കാലം തൊട്ട് ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ABVP-ക്ക് കോഴിക്കോടുള്ള ഇവിടുത്തെ കോളേജുകളിലുള്ള ഒരു വളർച്ച എങ്ങനെയാണ്? അല്ല, അതിലൊരു വിഷയമുണ്ട്. രണ്ട് കാലഘട്ടമാണ്. ഇന്നിപ്പോൾ ABVP ആയാലും SFE ആയാലും KSC ആയാലും കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കാരണം പുതിയ തലമുറയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയല്ലാതെ മറ്റൊരുത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തോന്നുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്താവുന്നത്, ഒരു പൊതുപ്രവർത്തനം വരുന്നത്. എല്ലാവരും എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നുള്ളൊരു പാഠമാണല്ലോ നമ്മൾ രക്ഷിതാക്കളൊക്കെ പഠിപ്പിക്കുന്നത്. നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ വേറെ ഒരു പ്രശ്നത്തിനും പോകരുത്, നിൻ്റെ ജീവിതം കൊളായി പോകും, നീ പഠിക്കുക, ജോലി വാങ്ങുക, കല്യാണം കഴിക്കുക, സുഖമായി ജീവിക്കുക എന്നൊരു അധ്യക്ഷൻ. അതിനപ്പുറം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുവാനും നമുക്ക് ഒരു സഹായം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഓടിച്ചെന്ന് അവർക്ക് സഹായിക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം ഉണ്ടാവുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തനം. അത് ഏത് രാഷ്ട്രീയ പ്രവർത്തനത്തിലായാലും, അത് SFE ആയാലും KSC ആയാലും ABVP ആയാലും, അങ്ങനെ വരുന്ന തലമുറ ഉണ്ടാകുമ്പോഴാണ് ക്യാമ്പസുകൾ സജീവമാവുന്നത്. ക്യാമ്പസുകളിൽ ഇപ്പം മറ്റ് സിലബസുകളായി, 6 മാസം കൂടുമ്പോൾ സെമസ്റ്ററുകളായി, എക്സാമുകളായി. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഈ ബോധമില്ല എന്നുള്ള പറഞ്ഞാൽ അതിനുള്ള സമയം കിട്ടുന്നില്ലാതായിരിക്കും. സോ അതുകൊണ്ട് എല്ലാ കലാലയങ്ങളിലും പണ്ടത്തെ അത്ര രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ വെച്ചാൽ ഇല്ല എന്നുള്ളതിൻ്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഈ 18-നും 20-നും ഒക്കെ ഇടയിലുള്ള പ്രായമുള്ള ആളുകളുടെ എണ്ണത്തിൽ ആശങ്കയില്ല? തീർച്ചയായിട്ടും. അതിൽ പല സ്ഥലങ്ങളിലും യൂത്ത് വോട്ട് പോലും ചേർത്താൻ തയ്യാറല്ല. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ പോയി വോട്ട് ചേർത്തിയാൽ മാത്രമേ അവർ വോട്ട് വെച്ചാൽ അവർ നിങ്ങൾ വേണോ ചേർത്തിക്കോ എന്നുള്ളതാണ്. അവരതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ SAR ഒക്കെ വന്നുകൊണ്ട് കുറേയൊക്കെ അത് ചേർന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾ പുറത്താണ്, ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള സ്ഥലങ്ങളിലാണ്. എന്നിരുന്നാലും അത്യാവശ്യമൊക്കെ പോളിംഗ് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജയിച്ച് MLA ആയി സ്ഥാനം എടുക്കുകയാണെങ്കിൽ അടിയന്തരമായി ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തി എന്തായിരിക്കും? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് MLA ആയി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് പദ്ധതികൾ ഒറ്റയടിക്ക് ചെയ്യേണ്ട ഒരു സാധനങ്ങളല്ല. നമുക്ക് എന്ത് വന്നാലും ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ പതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഉദാഹരണം പുതിയ സ്റ്റാൻഡ് നവീകരണം, വലിയങ്ങാടിയുടെ നവീകരണം, പാളയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ ബസ് സ്റ്റാൻഡ്, മീഞ്ചന്ത ബസ് സ്റ്റാൻഡ്, ഇതിനൊക്കെ ഉപരി നൂറുകണക്കിന് ആളുകൾക്ക് വീടില്ലാത്ത, ആയിരക്കണക്കിന് ആളുകൾക്ക് വീടില്ലാത്തവരുണ്ട്. അവർക്ക് ഞാൻ സ്വന്തം നിലയിൽ ഒരു 50 വീട് ഉണ്ടാക്കി കൊടുക്കണം. ആ പദ്ധതി ഏറ്റെടുക്കണം. ഇതിന് പുറമെ ഞാൻ കണ്ടിട്ടുള്ളത് ക്യാൻസർ കിഡ്നി പേഷ്യൻസ് ഉണ്ട് ധാരാളം നമ്മളെ വാർഡുകളിൽ. അവർക്ക് ആരുമില്ല സഹായിക്കാൻ, കഷ്ടപ്പാടാണ്. അപ്പോൾ അവർക്കൊരു പെൻഷൻ സ്കീം, അത് നമ്മൾ സ്വന്തം നിലയിൽ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാസം അവർക്കൊരു തുക കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീം തുടങ്ങണമെന്ന് ആലോചിക്കുന്നത് മണ്ഡലത്തിൽ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.